സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കെയർ ഗെയിം മാസ്റ്റർ. സോ ഗൈസ്, നമ്മളിന്നൊരു മൈൻക്രാഫ്റ്റ് സീരീസ് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. സോ ഞാൻ എൻ്റെ ഒരു പുതിയ വേൾഡ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പേര് ഞാൻ KGM വേൾഡ് എന്നാണ് പറയുന്നത്, അതായത് കെയർ ഗെയിം മാസ്റ്റർ വേൾഡ്. സോ നിങ്ങൾക്ക് അതിനേക്കാളും വലിയ അടിപൊളി നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്തായാലും രേഖപ്പെടുത്താൻ മറക്കരുത്. ആൻഡ് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം. സോ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ മരം വെട്ടാം. ഓടിപ്പോയി മരം വെട്ടാം. ഏത് അവിടെ ഇട്ടൊരു മരം കാണാനുണ്ട് നൈസായിട്ട്. ആ മരം വെട്ടി സെറ്റാക്കാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി അതെ ടിക്കോ. പിന്നെ നമുക്കൊരു നൈസായിട്ടൊരു വീടുണ്ടാക്കണം. വീട് പോട്ടെ, അത് കുറച്ച് മരം ഉണ്ടാവട്ടെ, എന്നിട്ട് വീടിനെ പറ്റി ആലോചിക്കാം. ഓക്കെ, വേറെ വല്ല മരം ഉണ്ടോ അവിടെ? ഓക്കെ, അവിടെ ഒരു മരം ഉണ്ട്. ഗുഡ്. നമുക്ക് നൈറ്റ് ആവുന്നതിന് മുമ്പേ വീടാ ഒരു ഗുഹയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. നമുക്ക് നൈസായിട്ട് വലിയ ഹട്ട് പോലത്തെ വല്ല പരിപാടി ഉണ്ടോ നോക്കാം. ഈ മരമൊക്കെ ഞാൻ എങ്ങനെ വെട്ടാനാടി? വേറെ വല്ല മരം ഉണ്ടോ? എൻ്റെ അളിയ അവിടെ ആയിട്ട് എന്തോ വലിയ എന്തോ പമ്പിങ് ഫാമൊക്കെ ഉണ്ട്. ഇതെന്താണ് ഇവിടെ പൊളിഞ്ഞെടുക്കുന്നത്? ടാപ്പ് ഐറ്റം ദ ഹോട്ട് ബാർ ടു ഹോൾഡ് ഇറ്റ്. പമ്പിങ് ഉണ്ട്. പമ്പിങ് കൃഷി തുടങ്ങിയാലോ എന്ന് ആലോചിക്കാം. ഏത് പമ്പിങ്? നിറച്ച് പമ്പിങ്ങാണ്. ഇവിടെ വേറെ ഫുഡാണല്ലോ. ഇതിനെന്തോ പറയുമല്ലോ ഗൈസ്, ബ്രിച്ചാ എന്തോ പറയുന്നു. ഓ ഗൈസ്, ആടുണ്ട്. ആടുകൊണ്ടാണ് ബെഡ് ഉണ്ടാക്കണേന്ന് ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ ഇതിലും കണ്ടിട്ടുണ്ട്. മറ്റേ ആടിൻ്റെ എന്താ വൂളുകൊണ്ട് നമുക്ക് സെറ്റാക്കാം പതിയെ സെറ്റാക്കാം. ആടവിടെ വെയിറ്റ് ചെയ്യട്ടാ. ഓക്കെ ഓക്കെ ഓ ഇതല്ലേ. ഓക്കെ. സോ ഗൈസ്, നമുക്കിപ്പോൾ തന്നെ രണ്ടാടിനങ്ങ് വെട്ടാം. ബെഡ് കിട്ടിയാലേ അത്രയും നല്ലത്. ചാടാ ദേ പോന്നു ആശാൻ അവിടേക്ക്. അവിടെ എങ്ങടാണ് ഈ ഓടണേ? ഗൈസ്, കൈ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും ചാവില്ല. ചത്ത് ഭാഗ്യം. ഊട് കിട്ടിയാ? ഒരു ഊട് കിട്ടി, മീറ്റും കിട്ടി. അടുത്ത ആടിനെ കണ്ടുപിടിക്കണം. അതിന് മുമ്പ് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് നൈസായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കാം. ക്രാഫ്റ്റിംഗ് ബെഞ്ച് ഉണ്ടാക്കണം. ആദ്യം ഇതിന് പ്ലാങ്ക് ആക്കണം എന്നുണ്ടല്ലേ? വർക്ക് പ്ലാങ്ക്. എല്ലാ വർക്ക് പ്ലാങ്ക് ആക്കാം. ഇല്ല, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ. യെസ്, ഇതല്ല ഇത്. ഇതാണ്. ഓക്കെ. സോ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. സോ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇതിവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം. രാത്രിയാവണ്ടോ? അയ്യോ, രാത്രിയായ പണിയാണ് കേട്ടോ. രാത്രിയായ പണിയാണല്ലോ. വെയിറ്റ് ചെയ്യ്, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും ഉണ്ട്. നൈസായിട്ട് ഒരു സ്ഥലത്ത് പോയി വിളിക്കാം. അതാകുമ്പോൾ ഒരു സീൻ ഉണ്ടാവില്ല. പൊട്ടിച്ചോ, കഴിയുക കൊടുക്കോ. അവിടെ ആയിട്ട് കണ്ടോ? അവിടെ ആയിട്ട് ചെറിയൊരു എന്താ പൊത്ത് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കാം. അതായിരിക്കും കുറച്ചുകൂടി സേഫ്. അമ്മേ, എന്താ ഇതായിരുന്നു. ചാടും ഓടും. ഇപ്പം തന്നെ രാത്രിയായി. എപ്പോൾ വീടുണ്ടാക്കി കയറാനാവോ എന്തോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാണ്.
ഒരു കട്ട. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. വന്ന് അളിയൻ വന്ന്. സോംബിളിയും വന്ന്. സോംബിളിയെ എന്നെ അടിക്കരുത്. ഞാനിപ്പോൾ സ്പോണായത് അവിടെ വന്നുള്ളൂ. അപ്പോഴത്തേക്കും തീർക്കരുത്. അവിടെ പോയി അവനെ വെട്ടണം. ഓ വേണ്ട ഇവിടെ വന്നേക്കാം. ശരി വരും. പക്ഷേ ഇവനെ തട്ടാനും പറ്റുന്നില്ലല്ലോ. ഇതെന്താ ചാവാത്ത? ഇവനെ പടയാളികളെ വിളിച്ചിട്ട് വരും ഇപ്പോൾ. അവനെ ചാടാ. ചത്ത. ഈ ഡേർട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ട്. മുകളിൽ കൂടെ വലുതും വരുമോ? അതാണ് എൻ്റെ അടുത്ത്. സിലിണ്ടർ. അയ്യോ, ഒന്നും കാണാനില്ലോ. ഓ ഓ ഓ ഓ മൈ ഗോഡ്, യു ഡൈ. ഇത്ര പെട്ടെന്നുണ്ടായി ഗായ്സ്. ഇതെന്താണിത്? ഇവൻ അവൻ്റെ ഗോൾഡ് ആർമറും കൊണ്ടുവന്നിട്ട് എന്നെ കൊന്ന് വലിച്ച് ഗൈസ്. റീസ്പോൺ അടി. അമ്പോ ഹായ്. അമ്പോ അടി. എങ്ങടാണ് ഈ ക്യാമറ പോണേ? ഓക്കെ. ഇല്ല ഗൈസ്, നടക്കില്ല. ഓടിക്കോ. ഇന്നത്തേക്ക് വിമാന ഫൈറ്റ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ചത്ത്. ഗൈസ്, മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങിയുള്ളൂ. അപ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ ആവും തോന്നുന്നുണ്ട്. ന്യൂ റെസിപ്പി. പൊങ്ങ്. ഓടിക്കോ, കണ്ടം വഴി ഓടിക്കോ. ഓ അവിടെ വിച്ച് ഉണ്ടല്ലോ. അവിടെ വില്ലേജർ. അപ്പോൾ ഇവിടെ അടുത്ത് എവിടെ വില്ലേജ് ഉണ്ട് ഗൈസ്. നമുക്കേ ഒരു കാര്യം ചെയ്യാം. വേണ്ട, ഒരു കാര്യം ചെയ്യണ്ട. വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോവാം. ഏത് അത്രയ്ക്കങ്ങ് അടിക്ക് വേണ്ട. ഇവിടെ സേഫാണോ? ദേ വരുന്നു സ്പൈഡറും തേങ്ങയുമൊക്കെ. കയറാനും പറ്റില്ലല്ലോ കൂടി. മരത്തിൻ്റെ ഒരുമാതിരി ചില്ല കാരണം. എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ? ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ അത് നടന്നില്ല. ഓക്കെ, ഒരു മിനിറ്റ്. രാവിലെ ആവണവർ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കിയാൽ മതി. ഇവിടേക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കയറി വരില്ല. ഇനി മുകളിലും കൂടി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. എവിടെ ഇവൻ എവിടെ നിന്നാണ് ഈ ഗോൾഡ് ആർമർ ഇട്ടിട്ട് ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയേ? ഗായ്സ്, ഇത് എന്താണിത്? ഓക്കെ ഗൈസ്, ഞാനിവിടെ ചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചത്ത അവിടെ തന്നെ എത്തി. ഇതാ ഫുൾ അടച്ചു പൂട്ടി. ചന്ദ്രനെ നോക്കാൻ പറ്റും ഇപ്പോൾ. അതേ നടക്കുള്ളൂ. എൻ്റെ പിന്നടിയ കയറല്ല. എനിക്ക് കൊടുക്കാം, സേഫായിട്ട് കൊടുക്കാം. അവിടെയും കൂടി ഒരു ബ്ലോക്ക് വയ്ക്കുകയാണെങ്കിൽ ഒന്നും കണ്ടില്ല, വേണ്ട. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയും വെച്ചിട്ട് ഇവിടെ ഒരു ഡേർട്ട് വയ്ക്കി. എന്നിട്ട് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കി. ഓക്കെ, എന്നിട്ട് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. ഒരു സ്വാഡ് ആണ് ആദ്യം തന്നെ. അതിനെന്താണ്? സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണം അല്ലേ? സ്റ്റിക്ക്. ഓക്കെ, സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാ വുഡൻ സ്വാഡ്. പിന്നെ മരം വെട്ടാൻ വുഡൻ ആക്സ് ആണല്ലോ, വുഡൻ ആക്സ്. പിന്നെ മറ്റേ അയണൊക്കെ ഇതാക്കാൻ വേണ്ടി ഒരു പിക്കാക്സ്. ഓക്കെ, അത്ര മതി തോന്നുന്നില്ലേ? ബെഡ് നമുക്കിപ്പോൾ ഉണ്ടാക്കാറായിട്ടില്ല, അതാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയുണ്ട്? ഓക്കെ, ഒരു ഡോർ ഉണ്ടാക്കിയാലോ ഗൈസ്? ഒരു ഡോർ ഉണ്ടാക്കാം ഗൈസ്. എൻ്റെ ഒരു ബുദ്ധി ഉണ്ട്. ഓക്കെ, രാവിലെ ആവാറായോ? പെട്ടെന്ന് രാവിലെ ആയി. ഓക്കെ ഗൈസ്, രാവിലെ ആയി വരുന്നുണ്ട്. കണ്ടോ, രാവിലെ ആയി വരുന്നുണ്ട്. പക്ഷെ മോബ്സ് അവിടെ തന്നെ ഉണ്ടാവും. നല്ല രാവിലെ ആയാലും അവർ കത്തിപ്പോളും. അങ്ങനെ എന്തുകൊണ്ട്. സോ നമുക്ക് കുറച്ചുകൂടി ഇറങ്ങാമല്ലേ? നമുക്ക് ആദ്യം തന്നെ
മൈനിങ്ങിന് പോകണം. ഓ തേങ്ങ മറ്റവൻ അവിടെ ഉണ്ട് കേട്ടോ. ഓ അവന് അവന് സൂര്യൻ പ്രശ്നമില്ലാന്നുണ്ട് ഗൈസ്. അവൻ ഗോൾഡ് ആർമർ ഇട്ടിട്ടാണ് നടക്കണേ. എന്നെ 2 വട്ടം കൊന്നവൻ. ഇവിടെ ഒരു വിച്ചെന്തോ നിൽക്കുന്നുണ്ട്. ഏത് ഒറ്റ ഓടിക്കോ. അവിടെ എന്തോ വിച്ചെന്തോ നിൽക്കണ്ടായിരുന്നു ഗൈസ്. വിച്ചിത്തിരി ഡേഞ്ചറാണ്. എന്തോ എടുത്ത് എറിയാൻ ഇങ്ങോട്ട്. പക്ഷെ ഞാൻ കണ്ടം വഴി ഓടി. ഇവിടെ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഹങ്കർ അങ്ങനെ വലിയ കാര്യമായിട്ട് കുറയണില്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഭയങ്കര വേൾഡിൽ സൂര്യൻ ഉദിച്ചു വരുന്നു. എന്തേലോട്ടെ ഷീപ്പ് ഉണ്ടോ? ഷീപ്പില്ലേ? നമുക്കെന്തായാലും ആദ്യം തന്നെ നമ്മുടെ പരിപാടിയായ മരം വെട്ടൽ തുടങ്ങാം ഗൈസ്. മരം വെട്ടിയിട്ട് തന്നെ ആദ്യമായിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഉണ്ടല്ലോ എനിക്ക് വീട് ഉണ്ടാക്കണതേ നമ്മുടെ വെള്ളത്തിൻ്റെ അടുത്തായിട്ട് ഉണ്ടാക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷെ അതിന് ഗ്ലാസ് എന്തോ വേണം. സത്യത്തിൻ്റെ സീനാണ്. അതിന് വേണ്ട ഒരു വീടാണ്. ഓക്കെ, ഇവിടെ ഇറങ്ങിയാൽ സേഫില്ല. ഇവിടെ എങ്ങനെ കയറും? ഓക്കെ ശരി. ആടിനെ കാണാനില്ലോ ഗൈസ്. കോഴിയും തേങ്ങയും വാങ്ങിയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ ആടിനെ കാണാനില്ല. ആടിനെയാണ് വേണ്ടത്. എൻ്റെ അളി അതേ അവിടെ നോക്കി. ഗുഹ വെരി ഡേഞ്ചറസ് ഗുഹ ആണ് അവിടെ കാണുന്നത് നിങ്ങൾ. പക്ഷെ നമ്മളങ്ങോട്ട് പോകും. എന്തിന്? അയൺ തപ്പാൻ. ഡയമണ്ടാ എന്നാ വെച്ചാൽ തപ്പാൻ നമ്മളങ്ങോട്ട് പോകും. പക്ഷെ അതിനേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇപ്പം വേണ്ടത് ഒരു ഷീപ്പിനെയാണ്. വേർ ഇസ് ദ ഷീപ്പ്? ഓ കോഴിയാണ്. കോഴി ആടവിടെ. ആടിനെ വിളിച്ചിട്ടുണ്ട് വരാൻ പറയൂ. നമുക്കിപ്പോൾ ആടിനെയാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ടല്ലോ. ഇതേ അവിടെ ബ്ലാക്ക് കളറിൽ കാണുന്നത് അത് കോളാന്നുണ്ടെങ്കിൽ. കോള അവിടെ ഉണ്ട്. നമ്മളിവിടേക്ക് ചാടിക്കഴിഞ്ഞാൽ വടിയാവും. പക്ഷെ അപ്പുറത്ത് നമുക്ക് ഇറങ്ങി പോകേണ്ടി വരില്ല. എന്ന് വെച്ചാൽ ഇറങ്ങിപ്പോ അങ്ങനെ ആ കോൾ എടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ അത് ഇത്തിരി ഡേഞ്ചറാണ്. കാരണം നമ്മളിപ്പോൾ തുടങ്ങിയുള്ളൂ. അല്ലെങ്കിൽ തന്നെ സോംബിൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് ചത്തട്ടിരിക്കുകയാണ്. ഹണീബി എന്തൊക്കെയോ പറക്കണ്ടല്ലോ. നമ്മൾ തുടക്കം തന്നെ കുറേ മൃഗങ്ങളുണ്ട്. പക്ഷെ ഷീപ്പിനെയാണെങ്കിൽ വേണ്ടത്. ഒരുത്ത ഷീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പൊളി വിളിക്കുന്നു ഗൈസ്. നമുക്ക് നൈറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യാൻ പറ്റിയാൽ മതി. പിന്നെ സെറ്റാക്കാം നമുക്ക്. അതാണ് ഷീപ്പിനെ അന്വേഷിക്കുന്നത്. പക്ഷെ ഷീപ്പിനാണെങ്കിൽ ഏരിയയിൽ കാണാനില്ല. ഞാനാണ് ഏതോ കാട്ടിമുക്കി കൂടെ നടക്കണം. ഏത് കാണാൻ തമ്പുരാനറിയാം. യെസ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ 16 സബ്സ്ക്രൈബേഴ്സായിട്ടാണ് നിൽക്കണേ. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. നമ്മൾ റൂട്ട് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. സോ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടംപോലെ കോഴികളുണ്ട്. എവിടെ എൻ്റെ ആടിക്കുട്ടൻ? ഓക്കെ, ഈ കേവിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ ഗൈസ്? വേണ്ട. ലാസ്റ്റ് വല്ലതും സോംബീൻ്റെയും കടി മേടിച്ച് ലാസ്റ്റ് മരിക്കേണ്ട അവസ്ഥ ആദ്യം തന്നെ. അത് വേണ്ട. പിന്നല്ലേ ഗൈസ് ആടിനപ്പം പശുവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ആടിനെ വേണ്ട. ഓക്കെ, ഞാൻ വെച്ചാൽ വില്ലേജാണത്. വില്ലേജ് അല്ല, ഇതാണ് റെൻഡറാണ് സ്ഥലം. ഓക്കെ എന്താണ് മഷ്റൂമൊക്കെ ഇരിക്കണ്ടല്ലോ. ഒരു മരത്തിൻ്റെ മുകളിൽ മഷ്റൂം മുളച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അവിടേക്ക് ഗൈസ് ആട്. ഇന്ന് ആടിനെ കൊന്നിട്ടൊരു പരിപാടി ഉണ്ട്. പക്ഷെ ഒരാടിന് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. നീ ചാവ്.
ചത്ത് കൈസ് 2 അടിക്കുള്ളൂ. ആദ്യമേ സോഡ ഉണ്ടാക്കണ്ടായിരുന്നു. അവിടെ 2-3 ആയിട്ടുണ്ടായിരുന്നു. വീണ്ടും നൈറ്റ് ആവണ്ട. ഈ ഡൗട്ട് നൈറ്റായാൽ വലിച്ച് കൈസ്. ഇവിടെ എവിടെ ഒരു ഗുഹ ഉണ്ടാക്കാനുള്ള സ്ഥലം പോലും ഇല്ല. പക്ഷെ പേടിക്കണ്ട, നമ്മളെങ്ങനെയും സെറ്റാക്കും കൈസ്. നമ്മൾ ഈ മരത്തിൻ്റെ മുകളിലാണെങ്കിൽ ജീവിക്കും. അയ്യോ പറഞ്ഞ പിടിക്കും താഴ്ത്തണം. ഓക്കെ, സോ ചെടുക്കും. മോളിക്കോ. നമുക്ക് ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ ഒരു വീട് സെറ്റാക്കണം എന്നുണ്ട് എനിക്ക് ഗൈസ്. പക്ഷെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ഇതാണ്. അമ്പടക്കള്ള ലാസ്റ്റ് വൂള എവിടെ കട? നമ്മുടെ ലാസ്റ്റ് വൂളാണ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വൂളിൻ്റെ മോനെ അല്ല ഷീപ്പിൻ്റെ മോനെ എവിടെ കട? 2 അടിക്കല്ലേ ഉള്ളൂ നീ. ഫൈനലി ഗൈസ് നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള നമ്മുടെ ആയുധം കിട്ടിയിട്ടുണ്ട്. നൈറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള ആയുധം, അതാണ് ബെഡ്. ഓ ഗൈസ്, ഇതൊരു വൈബ്സ് അല്ല. എവിടെയായിട്ടൊരു വീടുണ്ടാക്കിയാൽ നൈസായിരിക്കും. പക്ഷെ നമുക്കൊരു വില്ലേജ് ഏരിയ നൈസായിട്ട് കണ്ടുപിടിക്കാം. അതെന്നെ എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? ഇതല്ല ഇതെടുക്ക്. അതന്നെ. ഇതങ്ങോട്ട് പോവാം. മീറ്റ് അങ്ങോട്ട് പോവാം. ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ബെഡ് ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. എടുക്കൂ. ക്രാഫ്റ്റിങ്ങിൽ ബെഡിൽ ഓക്കെ. വൈറ്റ് ബെഡ് ക്രാഫ്റ്റ് ഗൈസ്. അങ്ങനെ നമ്മുടെ ബെഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നൈറ്റൊക്കെ സിമ്പിളായിട്ട് അങ്ങ് സ്കിപ്പ് ചെയ്യാം. ഇനി സോംബിയൊക്കെ നമുക്ക് പുല്ലാണ് ഗൈസ്. കാരണം നമ്മൾ സോംബിനെ കാണില്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ കിടന്നുറങ്ങും. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആരിനെ പേടി? പൊട്ടിച്ചെടുത്തോ വൈലസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ. പൂച്ചല്ല, പട്ടി. സോറി, മൈ മിസ്റ്റേക്ക്. അടുത്ത വൂളും കിട്ടി ഗൈസ്. വൂള് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സോംബിൻ്റെ അടി മേടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നേരത്തെ കിട്ടി. എന്തേലും ആവട്ടെ, നമ്മുടെ ഒരു അവസ്ഥ. നമുക്ക് അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കാം ഗൈസ്. അവിടെ നിന്ന് കുറച്ച് ലൂട്ട് എടുത്തിട്ട് വേണം നമ്മുടെ അടുത്ത പണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതൊരു വലിയ ഏരിയ ആണ്. ഓ ഗൈസ്, അവിടെ ഒരു കുതിരേനെ കണ്ടു ഗൈസ്. കുതിരയുടെ പുറത്ത് സവാരി ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സാഡിൽ വേണം. ഹായ് കുതിര, ഹായ്. ഇതൊക്കെ ഒന്ന് മാറ്റി. മൗണ്ട് ഗൈസ്. നമ്മളിതാ കുതിരയുടെ മേത്താണ് ഇരിക്കണേ. പക്ഷെ കുതിരയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. സാഡിൽ വേണം. അതിൻ്റെ വഴിയിലാണ് നമ്മൾ വേണം. അത് വേണ്ട. വില്ലേജ് എവിടെ? ഇവിടെ പംകിൻ ഉണ്ട്. പംകിൻ്റെ ആവശ്യം നമുക്കിപ്പില്ല ഗൈസ്. അവിടെയൊക്കെ ഷീപ്പ്. ഇവിടെയൊക്കെ നിറച്ച് ഷീപ്പാണ് ഗൈസ്. ആദ്യം ഒരു ബെഡിന് വേണ്ടി ഷീപ്പ് അന്വേഷിച്ചിട്ട് 2 എണ്ണത്തിന് തട്ടിയത് തന്നെ ഭാഗ്യം. ഇവിടെയൊക്കെ നിറച്ച് ഷീപ്പ്. ഇവിടെ എന്താണ് പരിപാടി? ഇവിടെ ഒരു നൈസായിട്ട് ഒരു അരുവി പോലെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഒരു അരുവിയും ഇല്ലല്ലേ, വാട്ടർഫോൾ പോലെ. അതെ, ഒഴുകുണ്ട്. വീട്ടിൽ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ. ഓ അമ്മേ, നൈസായിട്ടും താഴെ വേണമാണ്. നമ്മൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കുക. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലെറ്റ്സ് ഗോ. ഈ കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോയാൽ വില്ലേജ് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഗൈസ്. സോ നമുക്ക് കാട്ടിൻ്റെ ഇടയിൽ കൂടെ പോകാം. ഇപ്പം ഇതിൽ കൂടെ പോയെങ്കിൽ ഞാൻ പടായേ. ഇതിൽ കൂടെ പോയെങ്കിൽ തീരുമാനമായേനെ. എൻ്റെ അളിയ നിലത്ത് നോക്കി നടക്കണമെന്ന് പറഞ്ഞത് വെറുതെ അല്ലേ ഗൈസ്? എന്നെ കണ്ടില്ലേ? ഈ ഗുഹയിൽ പോണത് സേഫ് അല്ല ഗൈസ്.
നമുക്ക് ടോർച്ച് കിട്ടിയിട്ട് ഇങ്ങോട്ട് വരണം. ഒരു വരവ്. ടോർച്ച് കിട്ടിയിട്ട് വരണം. ഇപ്പോൾ വരണ്ട.